ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ട് വേണം മറ്റൊരാളത്ത് പറയാൻ. അപ്പോഴാണ് നിങ്ങൾ ഗുരുസ്ഥാനിയാണോ അല്ലെങ്കിൽ ആചാരത്തിനോ അർഹനാവുക. ഒരു വിഷയം പറയുകയും ശാസ്ത്രം പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ നിങ്ങൾ കാണാതെ പഠിക്കുക എന്നൊക്കെ പറയില്ലേ, ആ കാണാതെ പഠിക്കൽ ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഗുരുനാഥൻ പറയുന്നത് ഒരു കൃത്യമായൊരു മെത്തഡോളജിയിൽ ഞങ്ങൾ പഠിപ്പിച്ചത് ചെയ്യുക. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പറയാണ് പുസ്തകം മാറ്റി വെച്ചോളൂ. ഗംഗ ഒഴുകുന്ന എല്ലാവർക്കും ഒരുപോലെയാണ്, കാണുന്ന ദൃഷ്ടിയാണ് വ്യത്യാസം. കൈവഴികളിലൂടെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുക, ഓ ഇത് കൈവഴിയാണ് ഗംഗയുടെ, ഞങ്ങളല്ല. കൈവഴിയിൽ ഒഴുകുന്ന ഗംഗ ഒന്ന് തന്നെയാണ്, ഗംഗോത്രിയിൽ നിന്ന് ഒഴുകുന്ന ഗംഗ ഒന്ന് തന്നെയാണ്. സംസ്കൃതം ആസ് എ സബ്ജക്റ്റ് ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് അല്ലേ? അല്ലാത്തൊരു രീതി ശരിക്കും അഡോപ്റ്റബിൾ ആണോ? എല്ലാ ഭാരതത്തിലെ ഏത് പരമ്പരകൾ നോക്കിക്കോളൂ, ഒരു സാധാരണക്കാരിക്ക് പരമഹംസൻ എന്ന് പറയുന്ന ഇന്നത്തെ ഭാരതത്തിൽ പരമഹംസൻ ഒന്നേ ഉള്ളൂ. അദ്ദേഹം എന്ത് യോഗ്യതയുള്ള സാധാരണക്കാരനല്ലാതെ വലിയ ആരെങ്കിലും ആണോ? ഐ എം സോ പ്രൗഡ് ടു ബി വെയർ ഐ എം എന്ന് പറയുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്.